ആകാശക്കൂടാരക്കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാത്തിരക്കൈയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാടാൻ വാ, പാട്ടൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാട്ടൂരം കാണാൻ വാ. La 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 la. Oh la 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 la. Oh la la la. അയൺ കഫിനും കാര്യങ്ങളായിട്ട് പോകുന്നു. അങ്ങനെ ഡി എം എത്താറാവുന്നു. ഡി എം നമുക്ക് അടുത്ത് തന്നെയാണ്. ഡി എമ്മിൻ്റെ അടുത്ത് നമുക്കൊരു ആൾഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ആൾഡിയിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഡി എം മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ലക്ഷ്യം. കാരണം കുഞ്ഞിന് വിൻഡലും ഫോസ്റ്റൂഷറും കുറച്ച് കഴിക്കാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും മേടിക്കണമായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് മേടിക്കാനാണ് ഇഷ്ടം. ചിലപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും കായ്പ്പൊടിയോ അതൊന്നും കൊച്ച് ചിലപ്പോൾ കഴിക്കത്തില്ല. കഴിഞ്ഞ തവണ ലിയാനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടും അതെല്ലാം വേസ്റ്റായി പോയി. അപ്പോൾ ഞാനതൊന്നും ഇപ്രാവശ്യം കൊണ്ടുവന്നില്ല. എല്ലാം ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡി എമ്മിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പല പല ബ്രാൻഡസിൻ്റെ ഐറ്റംസ് ഉണ്ടാകും. ഹിപ്പ്, മിലൂപ്പ, ബേബി ലവ്. അപ്പം അങ്ങനെ നമ്മൾ ഡി എമ്മിലെത്തി. അപ്പോൾ ഇവാനോ നല്ല ഉറക്കത്തിലായിരുന്നു. നമുക്ക് 2 തരം ട്രോളികളുണ്ട്. കുഞ്ഞിൻ്റെ ബഗ്ഗി വയ്ക്കാനുള്ള വേറെ ട്രോളി ഉണ്ട്. നമ്മൾ തൽക്കാലം അത് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഡി എമ്മിൻ്റെ സെക്ഷനിലെത്തി. പർച്ചേസിങ്ങിന് മെയിനായിട്ട് കുഞ്ഞിനുള്ള മിൽക്ക് പുൾവർ മേടിക്കാനായിരുന്നു. ബേബയുടെയാണ് യൂസ് ചെയ്യാറ്. പലരും പല ബ്രാൻഡസ് യൂസ് ചെയ്യും. ഇത് ഞാൻ കുഞ്ഞിനുള്ള ബേബി വീറ്റയുടെ ഒരു മോർണിംഗ് ടൈമിൽ കൊടുക്കാനായിട്ടുള്ളൊരു അപ്ഫൽ മിഷ് റൈസ് അതെടുത്തു. മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയൊക്കെ നോക്കാതെ ഞാൻ പോവില്ല. കുഞ്ഞിനുള്ള എന്തെങ്കിലും ഒക്കെ കാണും. ഈ അയൻമാൽ വാഷ് ലാപ്പൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഫോസ്റ്റൂഷർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് വാഷ് ലാപ്പൻ. ഇവിടെ നമുക്കൊരു സ്റ്റില്ലൊക്കെ ഉണ്ട്. അതൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉള്ളത് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഇത് സ്റ്റിൽ സ്മൂത്തിയാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹിപ്പിൻ്റെ ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ലവിൻ്റെ ഫ്ലീഗി ഓയിൽ. അത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇവിടെ നോയഗെ ബോർണയുടെ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് പക്ഷേ നാട്ടിൽ മറന്നു വെച്ച് പോന്നു. അപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലിയാനോ എപ്പോഴും എടുക്കാറുള്ള അവൻ്റെ ഐറ്റം ജ്യൂസ് ഐറ്റം അവനെടുത്തു. അത് കിട്ടിയ പാടെ അവൻ കുടിച്ചും തീർത്തു. അങ്ങനെ ബേബി അവിടെ ഇരുത്തി. അൻ്റോണിയോയുടെ ഒരു ബബ്ലിക്കം സെലക്ട് ചെയ്തു. ഒരു സ്ട്രോബെറി ഫ്ലേവർ ഉള്ളത്. അത് അവന് ഇഷ്ടപ്പെട്ടു. ബേബിയുടെ അങ്ങനെ മേടിച്ച ഐറ്റം ബേബിക്ക് വേണ്ടി അവിടെ തൂക്കിയിട്ടു. വേറെ 1-2 സെയിം ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം. അതിൻ്റെ ഒരു മ്യൂസിക് നല്ല രസമാണ്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് ടോയാണ്. അതാണെങ്കിലും നാട്ടിൽ മറന്നു വെച്ച് പോയി. അങ്ങനെ അവനൊരു പുതിയ ഭാവേനെ കിട്ടിയ സന്തോഷത്തിൽ അവനും വരുന്നു കുറച്ച് നേരം. പിന്നെ വീണ്ടും തിരിച്ചുള്ള ഡ്രൈവിങ്. അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു.